ഓം പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയ ആത്മസഹോദരരെ, ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം 80-ാം മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത്. മന്ത്രം ഇപ്രകാരമാകുന്നു. സ്ഥിതിഗതി പോലെ വിരോധിയായ സൃഷ്ടി സ്ഥിതിലയം എങ്ങൊരു ദിക്കിലൊത്തുവാഴും ഗതി ഇവ മൂന്നിനും എങ്ങും ഇല്ലിതോർത്താൽ ക്ഷിതി മുതലായവ ഗീരുമാത്രമാകും. സ്ഥിതിഗതി പോലെ വിരോധിയായ സൃഷ്ടി സ്ഥിതിലയമെങ്ങൊരു ദിക്കിലൊത്തുവാഴും ഗതി ഇവ മൂന്നിനും എങ്ങും ഇല്ലിതോർത്താൽ ക്ഷിതി മുതലായവ ഗീരുമാത്രമാകും. നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം. സ്ഥിതിഗതി പോലെ, ഒരു വസ്തു സ്ഥിതി ചെയ്യുമ്പോൾ ചലിക്കുന്നില്ല. ചലിക്കുമ്പോൾ ആ വസ്തു സ്ഥിതി ചെയ്യുന്നും ഇല്ല. വിരോധിയായ, ഇങ്ങനെ സ്ഥിതിയും ഗതിയും ഒരേ സമയം ചേരാത്തതുപോലെ സൃഷ്ടി സ്ഥിതി ലയം, സൃഷ്ടി സ്ഥിതി ലയം എന്നീ പ്രക്രിയകൾ എങ്ങൊരു ദിക്കിൽ, എങ്ങനെയാണ് ഒരേയിടത്ത് ഒത്തുവാഴും, ഒന്നിച്ചിരിക്കുന്നത്. ഇവ മൂന്നിനും, സൃഷ്ടി സ്ഥിതി ലയം, ഇവ മൂന്നിനും ഗതി എങ്ങും ഇല്ല, സ്വതന്ത്രമായ ഒരു അസ്ഥിതയില്ല. ഇതോർത്താൽ, ഇങ്ങനെ വിചിന്തനം ചെയ്താൽ, ക്ഷിതി മുതലായവ, ഭൂമി മുതലായ എല്ലാ ഭൂതങ്ങളും ഗീരു വെറും വാക്കുകൾ മാത്രമാണെന്ന് ബോധ്യമാകും. ഒരിക്കൽ കൂടി അർത്ഥം പറയാം. ഒരു വസ്തു സ്ഥിതി ചെയ്യുമ്പോൾ അത് ചലിക്കുന്നില്ല. ചലിക്കുമ്പോൾ ആ വസ്തു സ്ഥിതി ചെയ്യുന്നും ഇല്ല. ഇങ്ങനെ സ്ഥിതിയും ഗതിയും ഒരേ സമയം ചേരാത്തതുപോലെ സൃഷ്ടി സ്ഥിതി ലയം എന്നീ പ്രക്രിയകൾ എങ്ങനെയാണ് ഒരേയിടത്ത് ഒന്നിച്ചിരിക്കുന്നത്. സൃഷ്ടി സ്ഥിതി ലയം ഇവ മൂന്നിനും സ്വതന്ത്രമായ ഒരു അസ്ഥിതയില്ല. ഇങ്ങനെ വിചിന്തനം ചെയ്താൽ ഭൂമി മുതലായ എല്ലാ ഭൂതങ്ങളും വെറും വാക്കുകൾ മാത്രം ആണെന്ന് ബോധ്യമാകും. ഇനി നമുക്ക് ഈ വരികളുടെ ആന്തരികമായ അർത്ഥതലത്തിലേക്ക് കടക്കാം. ഈ പ്രപഞ്ചത്തിൽ നാം കണ്ടുപോരുന്ന പല സംഭവങ്ങളിലും ഒളിഞ്ഞിരിക്കുന്ന വൈരുദ്ധ്യങ്ങളെ നാം ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട്, അല്ലേ? ഒരു വസ്തു ഒരിടത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ വസ്തു നിശ്ചലാവസ്ഥയിലാണ് എന്നറിയണം. പിന്നെ അത് എങ്ങനെയാണ് ചലനം ഉണ്ടാവുക? വസ്തു ഒന്നേ ഉള്ളൂ എങ്കിൽ അത് പിന്നെ എവിടെ നിന്നും എങ്ങോട്ട് ചലിക്കും? ചലിക്കുന്നത് ഒരിടത്തു നിന്ന് വേറൊരിടത്തേക്കാണല്ലോ. ചലനം തുടങ്ങാൻ ഒരിടം വേണം, അവസാനിക്കാനും ഒരിടം വേണം. അതിനിടയിലുള്ള അന്തരാളവും വേണം. ആത്മാവിനു ജന്മമുണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിന് നാശവും ഉണ്ടായിരിക്കും. ജനിപ്പിക്കണമെങ്കിൽ വേറൊന്ന് ഉണ്ടായിരിക്കണം. അപ്പോൾ രണ്ടുണ്മ ഉണ്ടാകുന്നു. രണ്ടുണ്മകൾക്ക് ഒരേയിടത്ത് ഒരേ സമയം ഇരിക്കാൻ കഴിയുകയുമില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു മേശ വെച്ചിരിക്കുന്ന ഇടത്ത് ഒരു കസേരയ്ക്ക് സ്ഥിതി ചെയ്യാൻ കഴിയുകയില്ല. അതുകൊണ്ട് ആത്മസത്ത ഏകമായിരിക്കുന്നതിനാൽ ആത്മസത്തയിൽ ചലനവും ഇല്ല. ചലനമില്ലാത്ത ഒന്നിന് നിശ്ചലമായി നിൽക്കേണ്ട ആവശ്യവും വരുന്നില്ല. സൃഷ്ടി എന്ന് പറയുന്നത് ഒരു ചലനമാണ്. ലയം അല്ലെങ്കിൽ നാശം എന്ന് പറയുന്നത് വേറൊരു ചലനവും ആണ്. ഇതിനിടയിലുള്ള നിലനിൽപ്പിനെയാണ് സ്ഥിതി എന്ന് പറയുന്നത്. ഇതൊക്കെ ആത്മസത്തയുടെ ഏകതയെ ധ്യാനിച്ചുറപ്പിച്ചാൽ വെറും വാക്കുകൾ മാത്രമായി തീരും. നാം വ്യാവഹാരിക ലോകത്തിൽ അനുഭവിക്കുന്ന എല്ലാ അനുഭവങ്ങളിലും വാക്കുകളാൽ നിർമ്മിക്കപ്പെട്ട ഒരു പ്രാപഞ്ചിക ബോധമാണ് നമ്മെ നിയന്ത്രിക്കുന്നത്. ആത്മബോധത്തിൽ നിന്നും വാക്കിൻ്റെ പ്രസക്തികളെ അടർത്തി മാറ്റിയാൽ സൃഷ്ടിയെന്നും സ്ഥിതിയെന്നും ലയമെന്നും
നാം പറഞ്ഞു പോരുന്ന പ്രക്രിയകളും അവസാനിക്കും. ഈ നിറവാണ് വൈരുദ്ധ്യമില്ലാത്ത നമ്മുടെ ആന്തരികത. സജ്ജനങ്ങളായ പ്രിയ ആത്മസഹോദരരെ, 80-ാം മന്ത്രത്തിൻ്റെ ലഘുവായ വ്യാഖ്യാനം ഇവിടെ പൂർണ്ണമാകുകയാണ്. അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. ഗുരു ഓം ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ. ഓ